Hi everyone, in today's class I am going to discuss about computer numerical control. Computer numerical control or CNC is a method for automating control of machine tools through the use of software embedded in a microcomputer attached to the tool. That is, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗിയർ പാർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാർട്ട് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. സോ ആ മെഷീന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൈക്രോ കമ്പ്യൂട്ടർ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് അതിൽ പ്രോഗ്രാം ചെയ്തിട്ട് ആ മെഷീനെ അതേ മെഷീൻ്റെ സ്പീഡ് അതേപോലെ അതിൻ്റെ മൂവ്മെൻറ്റ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ട് ഒരു പ്രോഗ്രാം വഴി ഒരു മൈക്രോ കമ്പ്യൂട്ടർ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം വഴി ആ മെഷീനെ കൺട്രോൾ ചെയ്യുകയാണ്. സോ ഈ ഒരു വേ ഓഫ് കൺട്രോളിനാണ് എന്ത് പറയുന്നത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. A CNC machine processes a piece of material to meet the specification by following a coded programmed instruction and without manual operator. അപ്പം ഒരു പീസ് ഓഫ് മെറ്റീരിയലിന് നമ്മൾ ഈ ഒരു കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. സോ ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യണം. സോ അത് ഉപയോഗിച്ച് നമ്മളൊരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ആ CNC മെഷീൻസിൽ ഒരു പ്രോഗ്രാം ലോഡ് ചെയ്യും. ദെൻ ആ പ്രോഗ്രാമിനനുസരിച്ചിട്ട് എന്ത് വർക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ വർക്ക് ചെയ്യും. ദെൻ ഫൈനലി നമ്മൾ പ്രോഗ്രാമിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് കൊടുത്തത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. അതായത് അതിനനുസരിച്ചിട്ട് ആ പ്രൊഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്തിട്ട് നമുക്ക് തരും. സോ നെക്സ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് CNC സിസ്റ്റം. These are the main parts of blocks of CNC system. First one, input devices. Second, MCU unit. MCU means machine control unit. And third, driving system, then a machine tool, feedback system, display unit. ഇതാണ് ഈ മെഷീൻ ടൂൾ എന്ന് പറഞ്ഞ പാർട്ടാണ് നമ്മൾ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ്. ഇതാണ് മെഷീൻ ടൂൾ എന്ന പാർട്ടാണ്. ആൻഡ് ദിസ് MCU ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. സോ ഇൻപുട്ട് ഡിവൈസസിൽ പാർട്ട് പ്രോഗ്രാംസിനെ MCUയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. ദാറ്റ് ഈസ് യൂസിങ് വി ക്യാൻ യൂസ് magnetic tape reader or punch tape reader to insert the program into MCU, or using computer like RS-232C communication, അതേപോലെ USB flash drive or Ethernet communication. ഇതുവഴി നമുക്ക് ഏതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം പ്രോഗ്രാം MCUയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ നമ്മളെ പ്രോഗ്രാം MCUയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് MCU മെഷീൻ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ മെഷീൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ദി CNC മെഷീൻ. CNC മെഷീൻ്റെ ഹാർട്ടാണ് ഏത് MCU. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പെർഫോംസ് ഓൾ ദി കൺട്രോൾ ഫങ്ഷൻസ്. എല്ലാ കൺട്രോൾ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത് ഏതാണ് MCU ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹാർട്ട് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ഇതിലിപ്പം ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട് പ്രോഗ്രാമിനെ ഇത് റിസീവ് ചെയ്യും. ദെൻ അതിനെ റീഡ് ചെയ്തതിന് ശേഷം ഡീകോഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസിനെ ഡീകോഡ് ചെയ്തിട്ടുള്ള ആ സിഗ്നൽസ് എവിടത്തേക്ക് പാസ് ചെയ്യും? ഈ ഡ്രൈവിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. ഡ്രൈവിംഗ് സിസ്റ്റം ദെൻ ആ മെഷീൻ ടൂളിലേക്ക് പാസ് ചെയ്തിട്ട് മെഷീൻ ടൂളിനെ കൺട്രോൾ ചെയ്യും. ദെൻ ഈ ഫീഡ്ബാക്ക് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ടൂൾസിൻ്റെ സിഗ്നൽസിനെ സെൻസ് ചെയ്യും. കാരണം ഈ മെഷീൻ ടൂൾ പ്രോപ്പറായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സ്പീഡ് അതിൻ്റെ പൊസിഷനൊക്കെ പ്രോപ്പറായിട്ടല്ലേ ഉള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഫീഡ്ബാക്ക് സിസ്റ്റം എവിടത്തേക്ക് ഫീഡ്ബാക്ക് ചെയ്യും? MCU യൂണിറ്റിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. സോ MCUയിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ട് അപ്പോൾ MCU യൂണിറ്റ് എന്ത് ചെയ്യും? അത് റെഫറൻസ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്തിട്ട് എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ ഇത് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മെഷീൻ ടൂളിൻ്റെ പൊസിഷനും വെലോസിറ്റിയെല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ്. അഥവാ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആ റെഫറൻസ് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസ് ഏതിലേക്ക് ഡ്രൈവിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. ദെൻ ആ മെഷീൻ ടൂളിനെ കറക്റ്റ് പൊസിഷനിലും അതിൻ്റെ വെലോസിറ്റിയിലും വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ കറസ്പോണ്ടിങ് സിഗ്നൽസ് എവിടത്തേക്ക് പാസ് ചെയ്യും? ഡ്രൈവിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. ഇതാണ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെഷീൻ ടൂള് ഇവിടെ നിങ്ങൾക്ക് കാണാം. The machine tool always has a sliding table and a spindle. അതായത് ഒരു സ്ലൈഡിംഗ് ടേബിളും ഉണ്ട്, അതേപോലെ തന്നെ സ്പിൻഡിലും ഉണ്ട്. ഇപ്പോൾ അതേപോലെ ഈ മെഷീൻ ടേബിളിൻ്റെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ഈസ് കൺട്രോൾഡ് ഇൻ X ഡയറക്ഷൻ, അതേപോലെ തന്നെ Y ഡയറക്ഷൻ.
ഈ ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിലും അതേപോലെ എക്സ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക, പൊസിഷൻ കൺട്രോൾ ചെയ്യുക. അതുപോലെ സ്പിൻഡിലിൻ്റെ ആണെങ്കിൽ അത് സെഡ് ആക്സിസിലായിരിക്കും. ഈ സെഡ് ആക്സിസിൽ മുകളിലോട്ടേക്കും താഴോട്ടേക്കും ആയിരിക്കും സ്പിൻഡിലിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക. ദിസ് ഒരു സ്പിൻഡിലാണ്. സോ ഈ ഡയറക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏത് ഉപയോഗിച്ചിട്ടാണ്? എം സി യു ഉപയോഗിച്ചിട്ട് മെഷീൻ കൺട്രോൾ യൂണിറ്റ് ആണ് ഏത് ചെയ്യുന്നത്? ഇതിൻ്റെ ഡയറക്ഷൻ, അതായത് എക്സ് ആക്സിസ് മൂവ്മെൻറ്റും അതേപോലെ വൈ ആക്സിസ് മൂവ്മെൻറ്റും എക്സ് ആക്സിസ് മൂവ്മെൻറ്റും അതുപോലെ സെഡ് ആക്സിസ് മൂവ്മെൻറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്? എം സി യു യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഡ്രൈവിംഗ് സിസ്റ്റം. സോ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ മെയിനായിട്ട് ഉള്ള സർക്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഉണ്ട്, ഡ്രൈവർ മോട്ടോഴ്സ് ഉണ്ട്, then a ball led screw. These are the major circuit consisting in driving system. സോ ആ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ കൺട്രോൾ യൂണിറ്റിന് വരുന്ന സിഗ്നൽസിനാണ്, ആ സിഗ്നൽസിന് അതിൻ്റെ മോഷൻ ഡാറ്റ, അതായത് മെഷീൻ ടേബിളിൻ്റെ മോഷൻസ് ഏത് എക്സ് ഡയറക്ഷനിലാണോ വൈ ഡയറക്ഷനിലാണോ ആ ഡാറ്റാസൊക്കെ എന്ത് ചെയ്യും? ഫസ്റ്റ് ഏതിലേക്ക് പാസ് ചെയ്യും? ഒരു ആംപ്ലിഫയറിലേക്ക് പാസ് ചെയ്യും. ദെൻ ആംപ്ലിഫയർ എന്നുള്ള സിഗ്നൽസ് എവിടത്തേക്ക് പോകും? ഡ്രൈവർ മോട്ടോറിലേക്ക്. അതായത് ഡ്രൈവർ മോട്ടോഴ്സിലേക്ക് പാസ് ചെയ്തിട്ട് ഡ്രൈവർ മോട്ടോർ ഏതിൻ്റെ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോൾ ലെഡ് സ്ക്രൂവിൻ്റെ. നെക്സ്റ്റ് ഇതാണ് ബോൾ ലെഡ് സ്ക്രൂ. അപ്പോൾ ഈ ബോൾ ലെഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഏതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ടേബിൾ കണക്ട് ചെയ്ത്. സോ ബോൾ ലെഡ് സ്ക്രൂവിനെ കൺട്രോൾ, അതിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഏതിൻ്റെ മൂവ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ മെഷീൻ ടൂളിൻ്റെ സ്ലൈഡിംഗ് ടേബിളിൻ്റെ മൂവ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ പൊസിഷന് സ്ലൈഡിംഗ് ടേബിളിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? ഡ്രൈവിംഗ് സിസ്റ്റമാണ്. അതായത് ഫസ്റ്റ് MCU എന്നുള്ള സിഗ്നൽസിന് ഏത് ഡ്രൈവിംഗ് സിസ്റ്റത്തിൻ്റെ ആംപ്ലിഫയറിലേക്ക് വരും. ദെൻ ആംപ്ലിഫയർ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഡ്രൈവർ മോട്ടോഴ്സിലേക്ക് പാസ് ചെയ്യും. ഡ്രൈവർ മോട്ടോർ ഏതിനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ ലെഡ് സ്ക്രൂവിനെ കൺട്രോൾ ചെയ്യും. അത് കൺട്രോൾ ചെയ്യും, അതിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഏത് അഡ്ജസ്റ്റ് ചെയ്യാം? മെഷീൻ ടേബിളിൻ്റെ സ്ലൈഡിംഗ് ടേബിളിൻ്റെ പൊസിഷനെ കൺട്രോൾ ചെയ്യാം. സോ പൊസിഷൻ അതേപോലെ തന്നെ സ്പിൻഡിലിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് ഏത് ഉപയോഗിച്ചിട്ട് കൺട്രോൾ, ഡ്രൈവിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഈ സിഗ്നൽസ് ഡ്രൈവിംഗ് സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ദെൻ ഫൈനലി മെഷീൻ ടേബിളിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യും. ആൻഡ് 3 types of electrical motors are commonly used. That is DC servo motor, AC servo motor and stepping motor. ഈ 3 മോട്ടോഴ്സാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, ഡ്രൈവർ മോട്ടോഴ്സായിട്ട് ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീഡ്ബാക്ക് സിസ്റ്റം. സോ this system consists of transducer that acts as a sensor. It is also called as measuring system. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ആ ഫീഡ്ബാക്ക് സിസ്റ്റം എന്താണ്? ഒരു സെൻസർ, ഒരു ട്രാൻസ്ഡ്യൂസറാണ്. ആ ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇതിനെ സെൻസ് ചെയ്യും. ഇതിനെ സെൻസ് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ വെലോസിറ്റി എത്ര സ്പീഡിലാണ് അതിൻ്റെ പൊസിഷനും വെലോസിറ്റിയും സെൻസ് ചെയ്തിട്ട് ആ സിഗ്നൽ എവിടത്തേക്ക് പാസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ MCUലേക്ക് പാസ് ചെയ്യും. നമുക്കറിയാം ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഫസ്റ്റ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ എന്താ? അത് ആദ്യം സെൻസ് ചെയ്യും, ദെൻ അത് ട്രാൻസ്ലേഷൻ എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് അതിന് ആ സെൻസ് ചെയ്ത സിഗ്നലിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ഈ ഫീഡ്ബാക്ക് സിസ്റ്റമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസറാണ്. സോ ആ ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഇവിടുന്ന് സെൻസ് ചെയ്ത പൊസിഷനും അതേപോലെ തന്നെ വെലോസിറ്റിയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ എവിടെ എത്തും? ഈ MCU യൂണിറ്റിലേക്ക് വരും. സോ ഈ MCU യൂണിറ്റിൽ അത് ചെക്ക് ചെയ്യും. റഫറൻസ് സിഗ്നൽസ് ഉണ്ട്, റഫറൻസ് സിഗ്നൽസുമായിട്ട് കമ്പയർ ചെയ്യും. ഇനി റഫറൻസ് സിഗ്നൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോത്തും രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് 0 ആണെങ്കിൽ എന്താണ്? നോ ഇറേഴ്സ്. കറക്റ്റ് പൊസിഷനിലും അതുപോലെ വെലോസിറ്റിയും ഒക്കെ പ്രോപ്പറാണ്. മെഷീൻ ടൂളിൻ്റെ പൊസിഷനും വെലോസിറ്റിയും ഒക്കെ പ്രോപ്പറാണ്, ഒരു പ്രോബ്ലം ഇല്ല. ഇൻ കേസ് എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ പൊസിഷനും വെലോസിറ്റിയിലും ഡിഫറൻസസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസ് എവിടത്തേക്ക്? MCU ഡ്രൈവിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. സോ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാംസിന് ഡിസ്പ്ലേ ചെയ്യാൻ, അതേപോലെ തന്നെ പൊസിഷൻ ഓഫ് ദി മെഷീൻ, അതിൻ്റെ സ്പിൻഡിലിൻ്റെ RPM, അതേപോലെ ഫീഡ് റേറ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു CNC മെഷീൻ. അത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഡിസ്പ്ലേ യൂണിറ്റ്. സോ ഇങ്ങനെയാണ് ഒരു CNC മെഷീൻ ഉണ്ടാവുക. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ്
CNC machine. So first input devices ഏത് prod program ഏതിലേക്ക് insert ചെയ്യും, MCUലേക്ക് insert ചെയ്യും. Then MCU എന്ത് ചെയ്യും, അത് decode ചെയ്യും, ഡാറ്റ പ്രോസസ്സ് ചെയ്യും. ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് ആ ഡാറ്റയ്ക്ക് അനുസരിച്ച് പ്രോസസ്സ് ചെയ്ത ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള ഒരു സിഗ്നൽ ഏതിലേക്ക് മോഷൻ കമാൻഡ്സും അതേപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ കമാൻഡും ഒക്കെ ഏതിലേക്ക് പാസ് ചെയ്യും, ഡ്രൈവിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. ആൻഡ് ഡ്രൈവിംഗ് സിസ്റ്റം വർക്ക്സ് ആസ് എ മോഷൻ കമാൻഡ് ആൻഡ് ആർ സെൻഡ് ബൈ ദ MCU. അതായത് MCU സെൻഡ് ചെയ്ത മോഷൻ കമാൻഡിനനുസരിച്ചിട്ട് ഡ്രൈവിംഗ് സിസ്റ്റം വർക്ക് ചെയ്തിട്ട് ഈ ഡ്രൈവിംഗ് സിസ്റ്റം ഏതിനെ കൺട്രോൾ ചെയ്യുമെന്ന് വെച്ചാൽ മെഷീൻ ടൂളിൻ്റെ പൊസിഷൻ മോഷനും അതേപോലെ അതിൻ്റെ വെലോസിറ്റിനെയും കൺട്രോൾ ചെയ്യും. ദെൻ ഫൈനലി ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ഫീഡ്ബാക്ക് സിസ്റ്റം എന്ത് ചെയ്യും, ഇതിൻ്റെ വെലോസിറ്റിയും പൊസിഷനും സെൻസ് ചെയ്തിട്ട് അത് എവിടത്തേക്ക് പാസ് ചെയ്യും, MCUലേക്ക് പാസ് ചെയ്യും. ദെൻ MCU എന്താണ് സംഭവിക്കുന്നത്, അവിടെ നിന്ന് അത് ഒരു റെഫറൻസ് സിഗ്നലായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൽ എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനും അതേ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന പൊസിഷനും വെലോസിറ്റിയും തമ്മിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന പൊസിഷനും വെലോസിറ്റി തന്നെയല്ലേ മെഷീൻ ടൂളിൽ ഇപ്പോഴും ഉള്ളതെന്ന് ചെക്ക് ചെയ്യും. അഥവാ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഏത് ചെയ്യും, മെഷീൻ കൺട്രോൾ യൂണിറ്റ് അതിന് റെക്ടിഫൈ ചെയ്യും. നെക്സ്റ്റ് ഫൈനലി അത് ഡിസ്പ്ലേ യൂണിറ്റിൽ ഡിസ്പ്ലേ ചെയ്യും. അതായത് എന്ത് കമാൻഡ് പ്രോഗ്രാംസും അതേപോലെ അതർ ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് എന്തെങ്കിലും RPM അതേപോലെ സ്പീഡ് റേറ്റ് അതൊക്കെ ഏതിൽ ഡിസ്പ്ലേ യൂണിറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആൻഡ് ഇറ്റ് ആക്ട് ആസ് ദ ഐ ഓഫ് ദ മെഷീൻ. നെക്സ്റ്റ് advantages of CNC machine. So it can produce job with highest accuracy precision than any other manual machines. അതായത് ഹയസ്റ്റ് ആക്യുറസിയിലും നല്ല പ്രിസിഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിച്ചിട്ട് പറ്റും, CNC ഉപയോഗിച്ചിട്ട് വരും. അത് മാനുവൽ മെഷീനെ കമ്പയർ ചെയ്യുന്ന സമയത്താണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റൺ ഫോർ 24 hours a day. 24 hours വർക്ക് ചെയ്യാൻ പറ്റും. ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റർ ഈസ് നോട്ട് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ഇറ്റ്. A semi-skilled operator can also operate accurately and more precisely. And next, operator can easily make changes and improvements and reduce the delay time. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് എന്താണ് ഒരു ഡിസൈനിലോ അല്ലെങ്കിൽ സ്പീഡിലോ പൊസിഷനിലോ അതിൽ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. അതായത് ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് പ്രൊഡക്റ്റിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. It has the capability to produce complex design with high accuracy in minimum possible time. അതേപോലെ കോംപ്ലക്സ് ഡിസൈൻസ്, അതായത് ഇപ്പോൾ എന്താണ് മാനുവലി ചെയ്യുകയാണെങ്കിൽ ആ ഡിസൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ഒരു പ്രൊഡക്റ്റിന് ഒരു കോംപ്ലക്സ് ഡിസൈൻ ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കുറേ ടൈം എടുക്കും. പക്ഷേ എങ്കിൽ എന്താണ് ഇവിടെ ജസ്റ്റ് പ്രോഗ്രാമിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഏത് ഡിസൈനിലെയും നമുക്ക് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ few workers are required to operate a CNC and save labor cost. വർക്കേഴ്സ് കുറവേ വേണ്ടും, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ലാബർ കോസ്റ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇറ്റ് ഹാസ് സം ഡിസ്അഡ്വാൻറ്റേജസ് ടു, ബിക്കോസ് കോസ്റ്റ് എന്താണ് വളരെ കൂടുതലായിരിക്കും. ഒരു CNC മെഷീൻ്റെ കോസ്റ്റ് ഒരു നോർമൽ മാനുവലി ഓപ്പറേറ്റഡ് മെഷീനെക്കാട്ടും വളരെ കൂടുതലാണ്. And the part of the CNC machines are expensive. The maintenance cost in case of CNC machine is quite high. അപ്പം മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് എലിമിനേറ്റ് ദ നീഡ് ഓഫ് കോസ്റ്റ്ലി ടൂൾസ്. അതായത് നമുക്ക് കോസ്റ്റ്ലി ടൂൾസ് ഏതിൽ ആവശ്യമായിരിക്കും, ഈ CNC മെഷീൻസ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെ മെയിൻ്റെനൻസ് കോസ്റ്റും കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. Next, applications of CNC machine. The industry that are using CNC machines are automotive industry, metal removing industry, industries of fabricating metals, electrical discharge machining industry, wood industry. ഈ ഇൻഡസ്ട്രീസിലൊക്കെ ഏത് ഉപയോഗിക്കുന്നുണ്ട്, CNC മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെഷീൻ ടൂൾ ദാറ്റ് കം വിത്ത് CNC ആർ, അതായത് ലെയ്ത്ത് ടൂൾസ്, മെഷീൻ ടൂൾസ്, അതിൻ്റെ കൂടെ തന്നെ അതേപോലെ മിൽസ്, ഷാർപ്പ്, വെൽഡിങ്, ഇതെല്ലാം ഇപ്പോൾ എന്താണ് വിത്ത് CNC ആയിട്ട് വരുന്നുണ്ട് മെഷീൻ ടൂൾസ്.
with CNC. These are the main applications of CNC machines. So that's all for today. Thank you.